അഭിന പിച്ചറക്കൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. കോഴിക്കോടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കോഴിക്കോട് കുഞ്ഞിലാരി സ്വദേശിയാണ്, 39-കാരിയാണ് മരിച്ചത്. ഏറെ നാളുകളായി അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്തുണ്ടെങ്കിലും അതത്ര വ്യാപനമായി കണക്കാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അതത്രത്തോളം വ്യാപിച്ചതായി കണ്ടിരുന്നില്ല. ഇപ്പോൾ അതിലൊരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അഭിന പി ചിറക്കൽ വിവരങ്ങളുമായി ചേരുന്നു എന്ന് തന്നെ കരുതുന്നു. അഭിന, എന്താണ്, എങ്ങനെയാണ്, പറയൂ. കാളിദാസ്, ജില്ലയിൽ വീണ്ടും മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു സന്ധ്യാസമയത്ത് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി യുവതി ചികിത്സയിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടെ ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ യുവതി ആശുപത്രിയിലേക്ക് വരുന്നത് തന്നെ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് തന്നെയാണ്. തുടർന്ന് ആശുപത്രി ജീവനക്കാർ, ഈ ഡോക്ടേഴ്സ് എല്ലാം തന്നെ ടെസ്റ്റിന് എഴുതുകയും പിന്നീട് ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ICUവിൽ തന്നെ തുടരുകയായിരുന്നു സ്ത്രീ. കഴിഞ്ഞ 5 ദിവസത്തോളം വലിയ രീതിയിൽ രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം എവിടെ നിന്നാണ് പിടിപെട്ടത് എന്നുള്ളതിന്റെ ഒരു ഉറവിടം കൃത്യമായി ആർക്കും കണ്ടെത്താനായില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൊയിലാണ്ടി നിവാസികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മാസക്കാലത്തോളമായി യുവതി ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടെ മറ്റ് കേസുകളൊന്നും തന്നെ ഈ പ്രദേശത്ത് കൊയിലാണ്ടിയിലെ മറ്റ് പ്രദേശത്തൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റാരോഗ്യ വകുപ്പിൽ നിന്നും പറയുന്ന ഒരു കാര്യം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ്. ഏതായാലും യുവതിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ വളരെ പെട്ടെന്ന് തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. കാളിദാസ്, അഭിന, ഈ മരിച്ച യുവതി ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മറ്റേതെങ്കിലും രോഗികൾ ഇതേ അമീബിക് മസ്തിഷ്ക ജ്വരമായി ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ടോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? കാളിദാസ്, നിലവിൽ ഈ ഒരു യുവതിയുടെ, കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഈ ഒരു യുവതിയെ മാത്രമാണ് അന്ന് ഈ ഒരു രോഗലക്ഷണങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. അന്ന് തന്നെ ചെറിയൊരു വിറയൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോഴാണ് ഇത് പോസിറ്റീവാണ്, അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണ് എന്നുള്ള രീതിയിലൊരു സ്ഥിരീകരണം വരുന്നതും പിന്നീട് ഈ ഒരു രോഗം മൂർച്ഛിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ രോഗം മൂർച്ഛിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. പക്ഷേ ആശ്വാസകരം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നും, അതായത് നമുക്കറിയാം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്ന ഈ ഒരു പഞ്ചായത്തിന്റെ മറ്റ് ഏരിയകളിലൊന്നും തന്നെ ആളുകൾ ആരും ഇതുവരെ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകരവും അതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കൊയിലാണ്ടി ഭാഗത്തൊന്നും തന്നെ ഈ സ്ത്രീ എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഈ ഒരു സ്ത്രീ അവസാനമായിട്ട്, അതായത് ഈ രോഗം പിടിപെടുന്നതിന് തൊട്ട് മുന്നേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം പറയാനും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ എവിടെയെല്ലാം പോയി എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായൊരു മറുപടി നൽകാനോ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഈ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു ആൾക്കും ഈ ഒരു രോഗം അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ പറയാനുള്ളത്. കാളിദാസ്, ശരി അഭിന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 39-കാരിയാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ മറ്റ് രോഗികളാരും ഈ ഒരു മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലില്ല നിലവിൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ യുവതി വന്നിരിക്കുന്ന ആ ഒരു യുവതിയുടെ പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലൊന്നും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വവുമായി വീണ്ടും ഇടഞ്ഞ് ശശി തരൂർ MP. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പരിശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ 3ാമത്തെ തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും കുറ്റപ്പെടുത്തി. വിവാദങ്ങൾക്കിടയിലും ശശി തരൂർ MP കോൺഗ്രസ് നേതൃത്വവുമായി വീണ്ടും ഇടഞ്ഞു നിൽക്കുകയാണ്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പരിശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ 3ാമത്തെ തവണയും
പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കി. കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ല എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ടെന്നും ശശി തരൂർ തുറന്നു പറഞ്ഞു. വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് ജനങ്ങളുടെ വോട്ടുകൾ നേടാൻ തനിക്ക് കഴിയുമെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി. സ്വന്തം വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് ജയിക്കാനാകില്ലെന്നും കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തനിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള തന്റെ അവകാശത്തെ ജനങ്ങൾ പിന്തുണച്ചതുകൊണ്ട് തിരുവനന്തപുരം എംപിയായി 4 തവണ തിരഞ്ഞെടുക്കപ്പെട്ടെന്നും കൂട്ടിച്ചേർത്തു. ശശി തരൂരിന്റെ പുതിയ തുറന്നുപറച്ചിൽ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.